ഷാജനെ വധിക്കുവാൻ ശ്രമിച്ചതിന്റെ യഥാർത്ഥ കാരണം ഇതാണ്. മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയെ ഇടുക്കി മങ്ങാട് കവലയിൽ വെച്ച് ആക്രമിച്ച 5 പേർക്കെതിരെ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ ആരുടെയും പേരുകൾ എഫ്ഐആറിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്നലെ ശനിയാഴ്ച രാത്രി 6:40 ആക്രമണം. ഭാരതീയ ന്യായ സംഹിതയിലെ 182 ക്ലോസ് 2, 190, 191 ക്ലോസ് 1, 191 ക്ലോസ് 2, 191 ക്ലോസ് 3, 115 ക്ലോസ് 2, 351 ക്ലോസ് 2, 126 ക്ലോസ് 2, 110 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1 മുതൽ 5 വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ഈ സംഘത്തിലെ അംഗങ്ങൾ ആണെന്ന അറിവോടെ അക്രമം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. മങ്ങാട് കവല മുൻവശം ഭാഗത്ത് വെച്ച് താർ ജീപ്പ് ഇടിച്ച് അതിനുശേഷം ജീപ്പിൽ നിന്നും ഡോർ തുറന്നിറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്നും പറഞ്ഞ് ആവലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കുവാൻ ശ്രമിച്ചു. അതിനെ എതിർത്ത ആവലാതിക്കാരനെ 1-ാം പ്രതി കൈചുരുട്ടി വലത് മുഖത്തു ഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിച്ചു. ആവലാതിക്കാരൻ്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി. 2 മുതൽ 5 വരെയുള്ള പ്രതികൾ ഷാജൻ സ്കറിയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി 2-ാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകൂ എന്നും പറഞ്ഞ് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. മരണവെപ്രാളത്തിൽ കൈതട്ടി മാറ്റിയത് കൊണ്ട് മാത്രമാണ് ആവലാതിക്കാരൻ മരണം സംഭവിക്കാത്തതെന്നും എഫ്ഐആറിൽ പറയുന്നു. വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. പ്രതികളെപ്പറ്റി പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതികളുടെ വീട്ടിൽ ഇന്നലെ രാത്രി തന്നെ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു എങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് ഭാഷ്യം. പ്രധാന പ്രതിയുടെ ഭാര്യയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഷാജൻ സ്കറിയ നൽകിയ വാർത്തകളുടെ പകയിലാണ് ആക്രമണം നടത്തിയത് എന്ന് പറയുമ്പോഴും ഇത് CPMന്റെ കൃത്യമായ അറിവോടും പ്ലാനിങ്ങോടും കൂടി നടത്തിയിട്ടുള്ള ആക്രമണമാണ് എന്നത് വ്യക്തമാണ്. ഷാജൻ സ്ഥലത്തെത്തുന്നതെന്നറിഞ്ഞ് കൃത്യമായ പ്ലാനിംഗ് അവർ നടത്തിയിരുന്നു. മങ്ങാട്ട് കവലയിൽ SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത TA നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് തൊട്ട് അടുത്തു വെച്ചായിരുന്നു മർദ്ദനം. മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജന്റെ കാറിൽ താർ ഇടിച്ച് തുടർന്ന് കാർ നിർത്തിയ ഷാജനെ കാറിനുള്ളിൽ വെച്ച് തന്നെ അക്രമി സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നു എന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നു. മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ. തൊടുപുഴ SHO S മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ജില്ലാ ആശുപത്രിയിലേക്കും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. പോലീസിനെയും ഷാജനെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ കേസിലെ പ്രധാന പ്രതി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പുറത്തു വന്നിട്ടുണ്ട്. എവർ ഹേർഡ് അബൌട്ട് ആനപ്പക എന്നാണ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ സുശീൽ ശ്യാമിന്റെ സംഗീത സംവിധാനത്തിൽ ഹിറ്റായ ഫൈനൽ ബാറ്റിൽ എന്ന പാട്ടിലിന്റെ പശ്ചാത്തലത്തിലാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനെക്കുറിച്ച് വാർത്ത വന്നപ്പോൾ തന്നെ അടുത്ത സ്റ്റോറിയും ഇദ്ദേഹം പോസ്റ്റ് ചെയ്തു. കണ്ടാൽ പാപമെന്ന് തോന്നുമെങ്കിലും ആള് പുലിയാണ്, നാം ചോട്ടാഹേ ലേക്കിൻ സൗണ്ട് ബഡാഹേ. പമ്മിയിരുന്ന് കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് ഹീറോയിസമാണോ? അല്ലേ അല്ല. ഏതു നിമിഷവും മരണത്തെ പുണരുവാൻ തയ്യാറായി നടക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന് ഇത്തരം ചൊറിയലുകൾ ഭയം ജനിപ്പിക്കുമോ? ഒരിക്കലുമില്ല. അവൻ വർദ്ധിത വീര്യത്തോടെ വീണ്ടും വരും. ഈ കേസിലെ പ്രതികളെ പോലീസ് എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.